സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി. DDMA ചെയർമാൻ എന്നുള്ള നിലക്ക് ജില്ലാ കളക്ടർക്ക് അടിയന്തര തീരുമാനം ഇപ്പോൾ എടുക്കാം. ഇതിൻ്റെ ചികിത്സ സംബന്ധിച്ചതായിരിക്കുന്ന സാമ്പത്തികം സർക്കാർ വഹിക്കും, ജില്ലാ DDMA വഹിക്കും. ഒരു ചെറിയതായിരിക്കുന്ന തീരുമാനം മതി. ആ തീരുമാനം സർക്കാർ എടുക്കണം, അല്ലെങ്കിൽ കളക്ടർ ജില്ലാ ഭരണകൂടത്തിന് എടുക്കാം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. അതിനൊരു ഫോൺ കോളിൻ്റെ കാര്യമുള്ളൂ. അത് കാര്യം സർക്കാർ തീരുമാനിക്കണം. അപ്പോൾ ഇവരൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. അപ്പം 10 പേർ ഇക്ര ആശുപത്രിയിൽ, 4 പേർ മിംസ് ആശുപത്രിയിൽ, അതിൽ 2 പേർ വെന്റിലേറ്ററിൽ. ഇതിൽ പല രോഗികളും അവശരായി കിടക്കുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 9 പേർ വന്നിരുന്നു. അതിൽ 2 പേർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി 7 പേർ ഇപ്പോഴും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ട്. മറ്റ് ആശുപത്രികളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇത്രയും ആശുപത്രികളുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നിരവധി രോഗികൾ പുറത്ത് ആശുപത്രിയിൽ അവരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് പണം ഉണ്ടാവണം. പണം സ്വാഭാവികമായി വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് സ്വകാര്യ ആശുപത്രിയിൽ എത്രത്തോളം പണം ചിലവാകും? അപ്പോൾ ക്രിറ്റിക്കലായ പേഷ്യൻസാണ് ഈ പേഷ്യൻസ് മുഴുവൻ. അപ്പോൾ അവരുടെ ചികിത്സയുടെ കാര്യത്തിലുള്ള തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചു. അവിടെ സർക്കാർ തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതാണ്. വിദഗ്ധ സമിതിയുടെ അന്വേഷണം വേണം. ആ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യത്തിലുണ്ടായ നെഗ്ലിജൻസ് അത് ചെറുതല്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ, ഇത്രയും കെട്ടിടങ്ങളുള്ള ഒരു ക്യാമ്പസിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ളതായിരിക്കുന്ന പ്രപ്പോസൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഫയർ സ്റ്റേഷൻ വന്നില്ല? 2, ഫയർ ടെക്നീഷ്യൻ്റെ സാന്നിധ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇല്ലായിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. ഏതാ? മെഡിക്കൽ കോളേജിൻ്റെ ഭരണ സംവിധാനത്തിൽ ഗുരുതരമായിട്ടുള്ള പാളിച്ച വന്നു. അതിൻ്റെ പാളിച്ചകൾ തിരുത്താൻ അവർ പല സമയം എനിക്ക് വന്നൊരു ഇൻഫർമേഷൻ ഞാൻ പറയാം. ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള പ്രപ്പോസലിന് സ്ഥലം കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പാളിച്ചകളുണ്ട്. ഇപ്പോൾ ഫയർ ടെക്നീഷ്യൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. അപ്പോൾ അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവേണ്ടതായിരിക്കുന്ന ഇവാക്യുവേഷൻ പ്ലാനും അതുപോലെ എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമായി, അത് തുടങ്ങി ഗുരുതരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി അനുബന്ധമായി പുറത്തു വരേണ്ടത്. ഇത് അടുത്തുദ്ഘാടനം ചെയ്തതാണ്. അടുത്തുദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഉത്തരേന്ത്യയിലും മറ്റൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്. ആശുപത്രി കാഷ്വാലിറ്റിയിൽ, അതുപോലെ ന്യൂബോൺ കെയറിൽ ഒക്കെ അപകടം ഉണ്ടായത്. അതുപോലെ ഒരു സംഭവമൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ, ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിൻ്റെ കാര്യത്തിൽ വല്ലതായിരിക്കുന്ന പ്രശ്നം വന്നോ അത് പരിശോധിക്കപ്പെടണമല്ലോ. ആ പരിശോധനയും ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. ഇല്ല, അത് സർക്കാർ തീരുമാനിക്കട്ടെ. സർക്കാർ തീരുമാനിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമായി നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കണം. ഞാൻ അവിടെയുള്ളതായിരിക്കുന്ന ബന്ധുക്കളും അവിടെയുള്ള സ്റ്റാഫും അവിടെയുള്ളതായ സഹായികളും അവിടെയുള്ള രോഗികളുടെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരമാണ് പറഞ്ഞത്. അതിൽ എനിക്കൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പേഷ്യൻ്റ് നസീറ, അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇവിടെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. ആ പ്രശ്നം ഞാൻ ഷെയർ ചെയ്തു. ഞാൻ മന്ത്രിയെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ അവരോടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അവരും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും, നടപടി ഉണ്ടാകും, സമീപനം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അവരോട് ഒന്നുകിൽ ബൈ ഫോണോ അല്ലെങ്കിൽ ഞാൻ നേരിട്ടോ അവരോട് സംസാരിക്കും. മന്ത്രി ആ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പൂർണ്ണ പ്രതീക്ഷയാണ്. അത്തരം കാര്യങ്ങളിൽ അത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട സമീപനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് ഉചിതമല്ല.